പീരിമേട് അരണക്കല്ലിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ശ്രമം ഊർജിതമാക്കി. 3 കൂടുകളും 16 നിരീക്ഷണ ക്യാമറകളും വനംവകുപ്പ് മേഖലയിൽ സ്ഥാപിച്ചു. ഇതിനുശേഷവും വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മൂന്നാർ പാമ്പൻമല ഭാഗത്തുനിന്ന് 22 കന്നുകാലികളെ കൊന്ന കടുവ കഴിഞ്ഞ മാർച്ചിലാണ് വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയത്. ഇതിനെ ഏപ്രിൽ 2-ന് പെരിയാർ കടുവ സങ്കേതത്തിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. കടുവയുടെ നീക്കങ്ങൾ അറിയുവാൻ റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ഈ കടുവ തന്നെയാണ് പീരിമേട് അരണക്കല്ലിൽ എത്തിയതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. കടുവയുടെ കഴുത്തിലെ റേഡിയോ കോളർ താഴ്ഭാഗത്തേക്ക് മാറിയതിനാൽ സാറ്റലൈറ്റ് വഴിയുള്ള സിഗ്നൽ ലഭിക്കുന്നില്ല. ഇതുമൂലം കടുവ ഏതു ഭാഗത്താണ് ഉള്ളതെന്ന് കൃത്യമായി കണ്ടെത്താൻ വനം വകുപ്പിന് കഴിയാത്ത സാഹചര്യമാണ്. ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചതോടെ കടുവയുടെ സഞ്ചാരപഥം വിലയിരുത്തി കൂടുകൾ സ്ഥാപിക്കുകയായിരുന്നു. പണിക്ക് പോകാനും പേടിയാ. ഇവിടെ 100 പിള്ളേർ പെരിയാർ സ്കൂളിലും പോകുന്നുണ്ട്, അരണക്കൽ സ്കൂളിലും വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരിനും ഭയങ്കര പേടിയായി പോയി. ഇപ്പൊ ആൾക്കാർ വെളിയിറങ്ങി നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. സ്റ്റേറ്റുകാർക്കും പണിയെടുക്കാനും ആൾക്കാരും പണിക്ക് പോകുന്നില്ല. ഇത് കാരണം ഞങ്ങൾ ഭയങ്കര പേടിയായി നിൽക്കുന്ന. ഞങ്ങളെല്ലാം ഒരു സത്യവാരി ഒരു സമരം നടത്തിയപ്പോൾ ഇവരെല്ലാം പറയുന്നുണ്ട്, DFO അടക്കം എല്ലാം വന്നുകൊണ്ട് ഇവർ മീറ്റിംഗ് നടന്നുകൊണ്ട് ഇവർ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടി അവരെല്ലാം സ്റ്റേറ്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട്. ഞങ്ങൾ മെമ്മറിക്ക് നിലയ്ക്ക് അവരുടെ രാഷ്ട്രീയ പരിഹാരം എല്ലാം ചെയ്യുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞു ഇതുവരെ കിട്ടി. വനം വകുപ്പിന്റെ 3 സംഘങ്ങളെ കടുവയെ നിരീക്ഷിക്കാനും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാനുമായി നിയോഗിച്ചിട്ടുണ്ട്. എങ്കിലും കൂട് സ്ഥാപിച്ച ശേഷവും വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്.